ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. ഞങ്ങളുടെ സഹോദരിയുടെ ദേഹത്ത് കൈവച്ച ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ മര്യാദക്ക് സർവീസിലിരിക്കുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ, അവൻ പെൻഷൻ വാങ്ങുമെന്ന ധാരണ ഉണ്ടെങ്കിൽ, ആ ധാരണ വീട്ടിൽ വെച്ചാൽ മതി. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നല്ല സമീപനം ഞങ്ങൾക്കറിയാം. അത് നേരിടുക തന്നെ ചെയ്യും. അത് ചില കേസുകളിൽ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാന്മാരുടെ കാല് നക്കി ഇവിടെ വന്ന് ജനകീയ സമരത്തെ അടിച്ചമർത്താമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നമുക്ക് സൊല്യൂഷനാണ്. ഇവിടെ MP ഇടപെട്ടിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട് എന്ന് MLA ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് പരിഹാരമാണ്. എങ്ങനെ നമ്മുടെ അടിപ്പാത ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊജക്ട് ഡയറക്ടറുമായി സംസാരിച്ചിരുന്നു. ദീർഘനേരം സംസാരിച്ചു. പ്രിയപ്പെട്ട MP-യുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹവുമായി ചർച്ച നടത്തി. അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടാണ് അതിനോട് സമീപനം സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നത് ഇവിടെ ഫുഡ് ഓവർബ്രിഡ്ജ് തരാം, ലിഫ്റ്റ് തരാം, എസ്കലേറ്റർ തരാം, എന്നാലൊന്നും അണ്ടർപാസ് തരില്ല എന്നുള്ള ഒരൊറ്റ വാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇരിങ്ങത്തും ഇരിങ്ങലൊക്കെ ഉണ്ടല്ലോ, 400, 500, 600 മീറ്ററിന്റെ ഇടയിൽ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ അണ്ടർപാസ് ഞങ്ങൾക്കും കൂടി അനുവദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തടസ്സം? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അവിടെയും ഞാൻ കൊടുത്തത് നെഗറ്റീവ് റിപ്പോർട്ട് തന്നെയാണ്, പക്ഷെ അതിനൊരു പൊളിറ്റിക്കൽ തീരുമാനമുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടി വന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് നേരിട്ടത്? R. വിശ്വൻ എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് നേരിട്ടത്? ഇവിടെ വനിതയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീലയെ അദ്ദേഹത്തിന്റെ വസ്ത്രം കീറുന്ന അവസ്ഥയിലേക്ക് പോലീസ് പോയി. അതിനേക്കാൾ ഗുരുതരമായ കാര്യം, തങ്ങളുടെ നാട്ടിൽ ഈ സമരം ഹൈവേക്കെതിരായിട്ടുള്ള സമരമല്ല, വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ല. ഈ സമരത്തിൽ സ്ഥലം വിട്ടുകൊടുത്തവരും ഈ സമരത്തിന്റെ ഭാഗമാണ്. ഈ സമരം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ആളുകളും ഈ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചത് ഈ സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയെ കുറിച്ചാണ്. നമുക്കതിൽ ഏറ്റവും പ്രയാസം തോന്നിയത് മൂടാടി പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഹുസ്ന, അദ്ദേഹം എനിക്ക് തോന്നുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത്. വളരെ സമാധാനപൂർവം തന്റെ നാട്ടിലെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് സമരം നടക്കുമ്പോ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. സാധാരണ ഇങ്ങനെയുള്ളൊരു സമരം നടക്കുമ്പോ, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉണ്ടാകുമ്പോ ഒരു സമാധാന ചർച്ചയൊക്കെ സാധാരണ പോലീസ് സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ സമരസമിതിയുടെ കൺവീനർ സമരത്തിലെ പങ്കെടുത്ത ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വരുമ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം ഈ സമരം വളരെ സമാധാനപൂർവ്വമാണ് നടത്തേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് പാഞ്ഞെടുത്തത്. അപ്പൊ അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഉദ്യോഗസ്ഥൻ വന്ന് ആദ്യം ഒന്ന് തള്ളി. വളരെ മാന്യമായി അദ്ദേഹം പ്രതികരിച്ചു. രണ്ടാമതും തള്ളി, വീണ്ടും മാന്യമായി പ്രതികരിച്ചു. മൂന്നാമതും തള്ളിയപ്പോ സ്വാഭാവികമായും മജ്ജയും മാംസവും രക്തവുമുള്ള ആർക്കും അതിനോട് പ്രതികരിക്കേണ്ടി വരും. അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്.